ഈ ബുക്സിലൊക്കെ ഉള്ള ഈ പറഞ്ഞ ഒരു കുറച്ച് ഇതുണ്ടല്ലോ വിശേഷണങ്ങൾ. അപ്പം അതൊക്കെ കേട്ടിട്ട് പണ്ട് നമ്മളൊക്കെ എല്ലാവരും ഗുഡ് ബുക്സിലാവണം എന്നുള്ള ഒരു ഇതുണ്ടല്ലേ, എല്ലാവരും നല്ലത് പറയാ, നല്ല ഗുഡ് ബുക്സിലാവുക, അപ്പൊ നമ്മൾ പെർഫെക്റ്റ് ആയി എന്നുള്ള. പക്ഷെ അത് കാരണം പിന്നെ ഐ ഓൾവേസ് ഇറ്റ്സ് ലൈക്ക് എ ട്രാപ്പ് നൗ. കാരണം പെട്ടു. അങ്ങനെ നമ്മളെ പറ്റി പറഞ്ഞാൽ അയ്യോ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചൊന്നും പറയില്ല, നിങ്ങൾ നല്ല നല്ല സൽസ്വഭാവികളാണ്, തിരിച്ചൊന്നും പറയില്ല, അതൊരു ട്രാപ്പാണെന്ന് പറയും. കാരണം അവിടെ നമ്മുടെ ചിന്തിക്കൽ തീർന്നു. നമ്മൾ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. ബട്ട് നമ്മുടെ കംഫർട്ട് സോൺ ഇവിടെയാണ്, എല്ലാവരും അക്സെപ്റ്റബിൾ ആയി കാണുന്ന അവിടെയാണ് നമ്മുടെ കംഫർട്ട് സോൺ. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നത്, ഷീ വാസ് ആക്ച്വലി ഗോയിങ് ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ പോവുകയാണ് ആള്. അപ്പോൾ ആള് നേരെ അപ്രോച്ച് ചെയ്തത് ആളുടെ പേരൻസിനെയാണ്. അപ്രോച്ച് ചെയ്തപ്പം അവർ ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിങ് അവർ പറഞ്ഞു, നിന്റെ പണ്ടും ഇങ്ങനെ പ്രശ്നമാണ്, നീ അന്നും ഇങ്ങനെയായിരുന്നു, നീ നിന്റെ ഒരു എന്താ പറയുക, നീ കുറച്ചും കൂടി ഒന്ന് മെച്യൂരിറ്റി കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ ആ ഡിസിഷൻ കറക്റ്റായി എടുത്തിരുന്നെങ്കിൽ, യു വുഡ്ന്റ് ഹാവ് ടു ഫേസ് ദിസ് എന്നൊക്കെ പറഞ്ഞ് ആള് ഓൾറെഡി വിഷമമുള്ള ആളെ എന്താണ് അവർ ചെയ്യുന്നത്, ദേ ആർ നോട്ട് ഹെൽപ്പിങ്. അപ്പൊ ഈ ക്ലയന്റ് ഇതുപോലെ ഗുഡ് ബുക്സിൽ ഉണ്ടായതുകൊണ്ട് ഷീ കനോട്ട് സ്പീക്ക് ബാക്ക്. അപ്പൊ ആള് എല്ലാം കൂടെ ആളുടെ മനസ്സിലേക്ക് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ ഫോൾട്ടാണ്, ഐ ഷുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ഞാൻ പറഞ്ഞു നോ, യു ഷുഡ് ഹാവ് ആസ്ക്ഡ്. ഈ പറയുന്ന പോലെ അവിടെയാണ് എംപത്തി അല്ലെങ്കിൽ ലിസണിങ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ദ ഫസ്റ്റ് പേഴ്സൺ ഓർ ഫസ്റ്റ് പീപ്പിൾ യു വെന്റ് ടു വർ യുവർ പേരൻസ്, and that should be the way it should happen. You are thinking the right way. And she also said, okay, ഞാൻ എൻ്റെ മോൾക്ക് അത് പാസ് ചെയ്യില്ല നാളെ, she should always come to me first. I said, see, you have taken another step, you stopped it there, next generation like you are not passing it. അപ്പോൾ ഇനി ഗുഡ് ബുക്സിലാവല്ല, be good.